അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പിറുസത്തു ചങ്ങായിമാർ, പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് ഇവിടെ എൻ്റെ നാനികളുട്ടിക ചൊല്ല ബംഗാറ് സക്കാത്ത്. എങ്ങനെയായിട്ട് ഇവിടെ ബംഗാറ് സക്കാത്ത് കൊടുക്കണായ, എത്ര ബംഗാറിനെ സക്കാത്ത് കൊടുക്കണം, സക്കാത്തിനെ കണക്കാക്കിട എങ്ങനെയായിട്ട് ഇവിടെ എത്ര പെർസെൻ്റായിട്ട് ഇവിടെ സക്കാത്ത് കൊടുക്കണായ, ഇങ്ങനെ തുടങ്ങിയിട്ട് ബംഗാറ് സക്കാത്ത് ഞങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടിക്കണായ പ്രധാനപ്പെട്ട വിഷയമായിട്ട് ഇവിടെ എൻ്റെ നാനികളുട്ടിക ചൊല്ലത്. അൽഹംദുലില്ലാ, പരിശുദ്ധമായ റമളാൻ തിങ്കൾ ഞങ്ങൾ ഉള്ള ഈ ഒരു തിങ്കൾ അള്ളാഹു ഞങ്ങൾക്ക് ഗുണകരമായി സാക്ഷി നിൽക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി തറുമാറാകട്ടെ. ചൊമ്മ ആൾമാറും പല വിഷയം ചൊന്നിട്ട് ദ്വാർക്കണോ ചൊന്നങ്ങുള്ള അങ്ങനെയും എല്ലാ ഹലാലായ ഉദ്ദേശം അള്ളാഹു തആല പൂർത്തിയാക്കി തരട്ടെ. എല്ലാവരെയും എല്ലാ ബേജാറും തീർത്തിട്ട് ഹൈറായ സന്തോഷമുള്ള ജീവിതം പടച്ചറബ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ റമളാൻ വന്ന സാത്തികെ ചൊമ്മത്ത ആൾമാറും ഡെയിലി കേൾക്കുന്ന ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ ബംഗാര സക്കാത്ത് എങ്ങനെയായിട്ട് ഇവിടെ കൊടുക്കണ, എത്ര ബംഗാർ എന്തെങ്കിലും സക്കാത്ത് കൊടുക്കണം, ഞങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടിക്കണായ കണിക്കത്തൊരു വിഷയമായിട്ട് ഇവിടെ സക്കാത്തും ചൊല്ലി. ഇപ്പം ഞങ്ങൾ പല വിഷയം, ഇപ്പം നിസ്കാരത്തെ വിഷയം അൽഹംദുലില്ലാ ഞങ്ങൾ എല്ലാവരും കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ നോമ്പായെങ്കിൽ അൽഹംദുലില്ലാ കറക്റ്റ് ഞങ്ങൾ ശ്രദ്ധിക്കുക. അതേ സമയത്ത് ഞങ്ങൾ ചൊമ്മത്താൽമാർ സക്കാത്തൊരു വിഷയം വലിയൊരു കാര്യമായിട്ട് അതിനെ കണക്കാക്കില്ല, ശ്രദ്ധിക്കില്ലാണ്ടായിട്ട് ഇവിടെ യാഥാർത്ഥ്യമായിട്ടുള്ള വിഷയം കൃത്യമായിട്ട് ഞങ്ങൾ സക്കാത്ത് കൊടുക്കണുണ്ടായിട്ട് ഇവിടെ സക്കാത്ത് കൊടുക്കില്ലാണ്ട് കണ്ടെങ്കിൽ ഇപ്പോൾ നോക്കൊരു ഇസ്ലാമിയുടെ ആ ഒരു 5 പില്ലറായിട്ട് കിട, അതിൽ ഒന്ന് നിസ്കാറായിട്ട് കിട, പിന്നെ ഒന്ന് സക്കാത്തായിട്ട് കിട. എവിടെയുള്ള പരിശുദ്ധ ഖുർആൻ നിങ്ങൾ എടുത്തു നോക്കിയാണെങ്കിൽ നിങ്ങൾ നിസ്കരിക്കറും ചൊന്ന സാത്തക്ക് അള്ളാഹു താല ഞങ്ങളിൽ ചൊല്ല സക്കാത്ത് മിസ്സാക്കിരണ്ട, സക്കാത്തും കൃത്യമായിട്ട് കൊടുക്കണോണ്ടായിട്ട് കിട. സക്കാത്തിന്റെ വിഷയം നല്ലോണം നിങ്ങൾ ശ്രദ്ധിക്കൊണ്ടായിട്ട് കാണന്തേ പരിശുദ്ധമായ ഖുർആനിൽ വിജയിക്കണ ആൾമാരെ സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ അള്ളാഹു താല ചൊല്ലത് അങ്ങ് സക്കാത്ത് കൃത്യമായിട്ട് കൊടുക്കുവാറുണ്ടായിട്ട് ഇവിടെ. സക്കാത്ത് ഒരാൾ കൊടുക്കില്ലാണ്ട് കണ്ടെങ്കിൽ വലിയ ബേജാറായിട്ട് ഇവിടെ, വലിയ ദുഃഖമായിട്ട് ഇവിടെ. പരിശുദ്ധമായ സൂറത്തു തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൃത്യമായിട്ടുള്ള എച്ചരിക്ക തന്നെ. വല്ലദീന യക്നിസൂന الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم. അതാ അങ്ങ് സ്വത്ത് ബംഗാർ വെള്ളിയുള്ള സ്വത്താക്കി വെച്ചറ, പക്ഷേ അതിനെ കൃത്യമായിട്ട് അങ്ങ് സക്കാത്ത് കൊടുക്കില്ലാണ്ട് കണ്ടെങ്കിൽ ഫബശ്ശിറുഹും ബിഅദാബിൻ അലീം, അങ്ക് വേദനാജനകമായി ഭാരീ നമ്പലത്തെ ശിക്ഷ പറകൊണ്ടോ ചൊല്ലിക്കത്തെ ഗുഡ് ന്യൂസ് ചൊന്നു കൊടുക്കുറു നബിയെ. യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം ഫതുഖ്വാ ബിഹാ ജിബാഉഹും വജുനൂബുഹും വദുഹൂറുഹും ഹാദാ മാ കനസ്തും ലിഅൻഫുസികും ഫദൂഖു മാ കുൻതും തക്നിസൂൻ. പരിശുദ്ധമായ ഖുർആൻ ചൊല്ലു അങ്ങ് ആ എടുത്തു വെച്ച കണിക്കത്തെ സ്വത്ത്, അങ്ങനെ പൈസ ആവട്ടെ അല്ലെങ്കിൽ ബംഗാറാവട്ടെ വെള്ളിയാവട്ടെ, അങ്ങ് ആസ്തിയാക്കി വെച്ച് സക്കാത്ത് കൊടുക്കാണ്ട് ബാക്കിയാക്കി വെച്ച കണിക്കത്തെ ആ സ്വത്തുലായിട്ടിക്കടെ നാല് അങ്ങനെ ശിക്ഷിക്കടെ, അങ്ങ് വേദനാജനകമായിട്ടുള്ള ശിക്ഷ കൊടുക്കൂടെ. എന്നിട്ട് ആദാമ കനസ്തും ലിഅൻഫുസികും ഫദൂഖു മാ കനസ്തും തക്നിസൂൻ, എന്നിട്ട് ചൊല്ലുവാർ ഇതാ ഇത് നീ എടുത്തു വെച്ച് സക്കാത്ത് കൊടുക്കാതെ നീ എടുത്തു വെച്ച സ്വത്തായിട്ടിക്കടെ, അതേ ആയിട്ടിക്കടെ ഇന്റെ നാളെ നിന്റെ ശിക്ഷിച്ചിട്ടില്ലേണ്ട് ആ നാളെ ആ ആഖിറത്ത് എത്തുമ്പോഴത്തേക്കോ അനുഭവിക്കുന്ന എനിക്കെത്താ വലിയ ശിക്ഷയുടെ വിഷയത്തിൽ പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾക്ക് എച്ചരിക്ക തന്നോണ്ട്. അതുകൊണ്ട് സക്കാത്തിന്റെ വിഷയം നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. ബംഗാര സക്കാത്ത് മാത്രമല്ല, അതിപ്പോൾ കറൻസി പൈസയുടെ സക്കാത്തായെങ്കിലും ബിസിനസ്സിലെ സക്കാത്തായെങ്കിലും ബാക്കി കൊടുക്കുന്ന എല്ലാ സക്കാത്തിന്റെ വിഷയത്തിലും കൃത്യമായിട്ട് ഒരു മുഅ്മിനായ വിശ്വാസി അതിനെ കൃത്യമായിട്ട് കണക്കാക്കിയിട്ട് ഒട്ടറാസി കിട്ടിയങ്ങ് കൊടുക്കണമല്ല, അല്ലെങ്കിൽ കണക്കാക്കാണ്ട് കൊടുക്കണമല്ല, കൃത്യമായിട്ട് കണക്കാക്കിയിട്ട് ആ സക്കാത്ത് കൊടുത്തിട്ട് വീടുണ്ടായിട്ട്. കാരണം ചെറിയ പെർസെൻ്റല്ലേ ഇസ്ലാം ചൊന്നോ, അതും വർഷത്തിൽ ഒരുക്ക 2.5% ജെൻഡർ പെർസെൻറ്റ് മാത്രമായിട്ട് ഇവിടെ ഇസ്ലാം ഞങ്ങൾ ഈ ഒരു സക്കാത്ത് കൊടുക്കുകയായിട്ട് ചൊന്നു. ഞങ്ങൾ ബാക്കിയല്ല ടാക്സി ആവട്ടെ ബാക്കി എന്തെങ്കിലും ഇന്നേടെ കൃത്യമായിട്ട് ഞങ്ങൾ കിട്ടില്ല. എന്തെങ്കിലും ഞങ്ങൾക്ക് പേടി, നാളെ എന്തെങ്കിലും പ്രോബ്ലം വന്നു പോകാൻ ചൊല്ലി എനിക്കത്തെ പേടിയായിട്ടിക്കടെ. അതേ സമയത്ത് നാളെ റബ്ബുടെ ആ ഒരു ശിക്ഷയെ ഞങ്ങൾ എല്ലാവരും പേടിക്കണോ. അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ സക്കാത്തിന്റെ വിഷയം ശ്രദ്ധിക്കൊണ്ടായിട്ട് എത്ര ഈ ഒരു വിഷയം നിങ്ങൾ ചൊമ്മത്താൽമാർക്കും എത്തുപാട്ടും ചൊന്നിട്ട് ഈ സമയത്തിൽ നിങ്ങൾ കേട്ടുകൊണ്ടുള്ള ഇനി ചൊല്ലത് ബംഗാര സക്കാത്ത്. ഇൻഷാ അല്ലാഹ് നാളെ നിങ്ങൾക്ക് കറൻസിയുടെ സക്കാത്ത് ചൊല്ലുക. ബംഗാര സക്കാത്ത് ഈ ഒരു വിഷയം ചൊല്ലിക്കുമെന്നുള്ള നിങ്ങൾ എല്ലാവരും ചൊല്ലുകൊള്ളത്. ഈ ഒരു വിഷയം നിങ്ങൾക്ക് കൃത്യമായിട്ട് അർത്ഥാവുന്നുണ്ട് കണ്ടെങ്കിൽ ഇതിനെ ഫസ്റ്റ് ലഭിച്ച് ലാസ്റ്റ് തോലെ കൃത്യമായിട്ട് നിങ്ങൾ നോക്കിയെങ്കിൽ കേട്ടെങ്കിൽ മാത്രമായിട്ട് ഇവിടെ ഇതൊരു വിഷയം നിങ്ങൾ കൃത്യമായിട്ട് അർത്ഥാവിടെ. അതുകൊണ്ട് ഫസ്റ്റ് നാച്ചൊന്നുമില്ല, പാതി കേട്ടിട്ടല്ല അപരിപ്പറാക്കിരണ്ട ഉസ്താദ് പിന്നെ അങ്ങനെ ചൊന്തു ഇങ്ങനെ ചൊന്തുകൊണ്ടല്ല ഇങ്ങനെ ചൊന്തുണ്ട്. അതുകൊണ്ട് നാ ചൊല്ല് കണിക്കത്തെ ഈ ഒരു വിഷയം ചമ്മയില്ല ഒരു തെല്ല് ടൈമിൽ ഇൻഷാ അല്ലാഹ് ഈ ഉള്ള വിഷയം നാ ചൊല്ല അതുകൊണ്ട് കൃത്യമായിട്ട് ഫുള്ളായിട്ട് നിങ്ങൾ എല്ലാവരും ഈ ഒരു വിഷയം പഠിക്കണോ കേൾക്കണോ ചൊന്നിട്ടോ ഫസ്റ്റ് നിങ്ങളിൽ നാ ചൊന്നോട്ടോ. ഇനി ബംഗാര സക്കാത്ത് എങ്ങനെയായിട്ട് നിങ്ങൾ പഠിക്കുക,
ഇരിയോ മിസ്കാൽ എന്ന് ചൊന്നിട്ടുണ്ടെങ്കിൽ ഏകദേശം 85 ഗ്രാം 10 പവണ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ 10.5 പവണും 1 ഗ്രാമും ഇത്ര ബംഗാർ ഗോൾഡ് ഇന്നേണ്ടുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കൽ കഡ്ഡായമായിട്ട് ഇവിടെ നിർബന്ധമായിട്ട് ഇവിടെ എത്ര സക്കാത്ത് കൊടുക്കണായ അതിൽ നിന്നിട്ട് 2.5% ബംഗാർ സക്കാത്ത് കൊടുക്കണോട്ടായിട്ട് ഇവിടെ ബംഗാറായിട്ട് ഇവിടെ സക്കാത്ത് കൊടുക്കണായ. അതേ സമയത്ത് ബെല്ലി എടുക്കണമെന്നുണ്ടെങ്കിൽ 595 ഗ്രാം ബെല്ലി ഒരാളെ കയ്യിൽ ഒരു വർഷം ಇಂತೇಂಡುಗಂಡಿಗೆ ಪಡಿಚೊಂದೆ ಬಂಗಾರ ಹೆಂಗೆ ಗೊತ್ತರಮೆ ഒരു വർഷം ഞങ്ങൾ ഇസ്ലാമിക് കാലണ്ടർ പ്രകാരം ഒരു വർഷം ಇಂತೇಂಡುಗಂಡಿಗೆ അതിലെ 2.5 വർഷ പൂർത്തിയാകുമ്പോഴത്തേക്കോ 2% സക്കാത്ത് കൊടുക്കൽ കഡ്ഡായമായിട്ടിക്കടെ നിർബന്ധമായിട്ടിക്കടെ. അതേ സമയത്തിൽ ബംഗാർ കോയിന് ബംഗാർ ബിസ്ക്കറ്റ് ഇങ്ങനെ ബംഗാറുമായിട്ട് എന്തിനെ എടുത്തു വെച്ചിട്ട് ഇന്നേണ്ടുകണ്ടെങ്കിലും അതിൽ കൃത്യമായിട്ട് വർഷപൂർത്തിയാകുമ്പോഴത്തേക്കോ 2% സക്കാത്ത് കൊടുക്കണം. എത്ര ഇന്നേണ്ടുകണ്ടെങ്കിൽ 85 ഗ്രാം ബംഗാർ ഇന്നേണ്ടുകണ്ടെങ്കിൽ ഗോൾഡ് ഇന്നേണ്ടുകണ്ടെങ്കിൽ ഗോൾഡ് ബിസ്ക്കറ്റ് ആവട്ടെ കോയിൻസ് ആവട്ടെ ഇന്നേണ്ടുകണ്ടെങ്കിൽ അതിലെ സക്കാത്ത് കൊടുക്കൽ കഡ്ഡായമായിട്ടിക്കടെ നിർബന്ധമായിട്ട്. അതേ സമയത്ത് ഞങ്ങൾ ഈ ജുവല്ലറി ഷോപ്പ് ബംഗാർ അങ്ങാട്ടിനെങ്കിലും സംബന്ധിച്ചിടത്തോളം അങ്ങ് സക്കാത്ത് കൊടുക്കണായത് ആ വർഷത്തിൽ ആ ബിസിനസ്സിൽ സക്കാത്ത് കൂട്ടിയിട്ട് ആ ഒരു ബിസിനസ്സിൽ രജിസ്റ്ററിലായിട്ട് ഞങ്ങൾ സക്കാത്ത് പെട്ടത് അത് കൃത്യമായിട്ട് വർഷപൂർത്തിയാകുമ്പോൾ കണക്കാക്കി കൊടുക്കൊണ്ടായിട്ട്. അതേ ടൈമിൽ ലാ സക്കാത്ത് ഫീ ഹുലിയിൻ മുബാഹിൻ മാലം യൻവിദ്ദിഖാറോ. അതേ സമയത്ത് ഇസ്ലാം അനുവദിച്ച ഗണിക്കത്തെ ആ ഒരു ബംഗാറിന് സക്കാത്ത് ഇല്ലാണ്ടായിട്ട് മാലം യൻവിദ്ദിഖാറോ ആ ഒരു ബംഗാർ അവന് എടുത്തു വെക്കുകയോ ഇൻവെസ്റ്റ് ആയിട്ട് എടുത്തു വെക്കോബേനായിട്ടുള്ള നെയ്യത്തിലല്ല യൂസ് ആക്കോബേനായിട്ട് ഇസ്ലാം ഹലാലാക്കി അനുവദിച്ച ഗണിക്കത്തെ ബംഗാറിൽ സക്കാത്ത് ഇല്ലാണ്ടായിട്ട് ഇത് കൃത്യമായിട്ട് പണ്ഡിതന്മാർ നിങ്ങൾ ചൊന്നു തന്ന ഗണിക്കത്തെ ഒരു വിഷയമായിട്ട് ഇസ്ലാം അനുവദിച്ച് ഹലാലാക്കിയ ബംഗാറും ചൊല്ലുമ്പോൾ ഇസ്ലാം ഹറാമാക്കിയ ബംഗാറിൽ സക്കാത്ത് ഉണ്ടായിട്ട് ആണിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബംഗാർ ഇടത് ഹറാമായിട്ട് അങ്ങ് ആ ഒരു വെള്ളിയുടെ മോതിരിടലായിട്ട് സുന്നത്തും ചൊല്ലത് ആണിങ്ങ ബംഗാറിടൽ ഹറാമായിട്ടിക്കടെ അതൊരു തപ്പായിട്ട് ഞങ്ങൾ ചില പുതിയാപ്പിളമാരെല്ലാം ഞങ്ങൾ നോക്കിയ ആ ഒരു ബംഗാർ മോതിരെല്ലാം ഇട്ടത് ഹറാമായിട്ടിക്കടെ ശ്രദ്ധിക്കണായ ഗണിക്കത്തെ ഒരു വിഷയം കൂടിയായിട്ട് അതിപ്പോൾ കാക്ക കൊടുത്തെങ്കിലും മാമി കൊടുത്തെങ്കിലും ആറ് കൊടുത്തേനെ കണ്ടെങ്കിലും ആ ഒരു ബംഗാർ ആണിങ്ങ ധരിക്കൽ ഇടൽ അത് ഹറാമായിട്ടിക്കടെ ശ്രദ്ധിക്കണായ ഗണിക്കത്തെ ഒരു വിഷയമായിട്ടിക്കടെ. അതേ സമയത്ത് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളെ ചന്തത്തുക വേനായിട്ട് അവൾ ബംഗാർ ഇടുന്നതും എടുക്കുന്നതുമല്ല അത് ഹലാലായി ഇസ്ലാം അനുവദിച്ച ഗണിക്കത്തെ ഒരു വിഷയമായിട്ടിക്കടെ. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില ആൾമാർ ധരിച്ചു പോയത് നിരിച്ചു പോയത് എങ്ങനെയാണെങ്കിൽ ഇപ്പം ആ പെണ്ണിങ്ങ ഇട ബംഗാർ ഇടുകബേനായിട്ട് എടുത്തേക്ക് ബംഗാർ അതെന്ന് പാടി ചൊന്ന പോലെ 85 ഗ്രാം അതല്ലെങ്കിൽ 10.5 പൗൺ 1 ഗ്രാം ഇന്നേൻ്റെ കണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണോട്ട് വിഹാരിച്ചു പോയ ഗണിക്കത്തെ തപ്പായിട്ട് നിരിച്ചു പോയ ഗണിക്കത്തെ കുറേ ആൾമാറുള്ള അങ്ങനെയല്ല. ഇസ്ലാം പെണ്ണുക ഹലാലാക്കി ഗണിക്കത്തെ ഒരു ബംഗാറുണ്ട് ആ ബംഗാർക്ക് എന്താക്കണ്ട സക്കാത്ത് കൊടുക്കണ്ടായിട്ടിക്കടെ അല്ലേ. ഇപ്പം യാറത്തെ നഗരിൽ കേക്കിടെ വിഷയതായിട്ടിക്കടെ 30 പവൻ ഇന്നെങ്കിൽ 50 പവൻ ഇന്നെങ്കിൽ സക്കാത്ത് കൊടുക്കണ. ഇപ്പം എൻ്റെ കയ്യിൽ ഇത്ര ബംഗാറുണ്ടോ ഇടകുബേനായിട്ട് എടുത്തതായിട്ടിക്കടെ. അപ്പം ഈ ഒരു ബംഗാർക്ക് സക്കാത്ത് ഉണ്ട് ഇതായിട്ടിക്കടെ ഇപ്പം യാറത്തെ ആൾമാർ ഡൗട്ടും കേക്കിടുതുമെല്ലാം ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം അനുവദിച്ച് ഹലാലാക്കിയ ഒരു ബംഗാർ എടുക്കുബേനായിട്ട് അനുവദിച്ച ഒരു ബംഗാറുണ്ട് ആ ബംഗാറിൽ എന്തില്ല സക്കാത്ത് ഇല്ലാണ്ടായിട്ടിക്കടെ. ഇത് ചൊല്ലുമ്പോൾ ഇസ്ലാം ഹലാലാക്കി അനുവദിച്ച എനിക്കത്തെ ബംഗാറും ചൊല്ലുമ്പോൾ ഇസ്ലാം അനുവദിക്കാത്തൊരു ബംഗാറുണ്ടോണ്ട് നിങ്ങൾക്ക് ഒന്തായില്ലേ. എങ്ങനെ അതെങ്ങനെ ഒന്താവിടും ഒരു ഇസ്രാഫ് പണ്ട് രൂപത്തിൽ ഒരു ഇസ്രാഫായിട്ട് യാറായിട്ട് കണക്കാക്കിയ ബംഗാർ ഒരു പെണ്ണിടയിൽ ഇന്നുണ്ടെങ്കിൽ അത് കറാഹത്തായിട്ടിക്കടെ. ഇനി ഓവറായിട്ടുള്ള ഇസ്രാഫ് ചൊമ്മ ഇസ്രാഫ് പണ്ട് എനിക്കത്തെ ഒരു ബംഗാർ ഒരു പെണ്ണ് ഇടരുത് ചൊല്ലത് അത് ഹറാമായിട്ടുള്ള എനിക്കത്തെ ഒരു വിഷയം കൂടിയായിട്ടിക്കടെ. അപ്പൊ ആ ബംഗാറിൽ എന്തിനാ കൊടുക്കണോ സക്കാത്ത് കൊടുക്കണോട്ടായിട്ടിക്കടെ. ഇനിയിപ്പോൾ നിങ്ങൾ കേൾക്കുവാ നിങ്ങൾക്ക് ഇസ്രാഫ് കൊണ്ട് എങ്ങനെയായിട്ടിക്കടെ കൊന്താവിടും. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ചൊല്ലാം ഒരു പെണ്ണിടെ കൈക്ക് ഒരു ചന്തത്ത് ഇത്രാണ്ട് ഒരു ബംഗാർ കണക്കുണ്ട് ഒരു കൈയുടെ ബലയിടുമ്പോഴത്തേക്കോ അത് ഇത്ര ബലാണ്ട് ഒരു കണക്കുണ്ട് ഒരു പെണ്ണായാലോ അവൾക്ക് എന്താക്കിടാൽ മുട്ടുതോല ബംഗാർ ഇട്ടാൽ എന്തിനെ ബല ഇട്ടാൽ അല്ലെങ്കിൽ ഈ കൈയുടെ ഊർത്തോല ഷോൾഡർ തോലായിട്ടിക്കടെ അവൾ എന്തോ ആ ഒരു ബലമുള്ളൂ. അപ്പോൾ അതെന്തായിട്ടിക്കടെ അത് ഇസ്രാഫ് ആയിട്ടിക്കോ ഓവറായിട്ടിക്കടെ അതൊരു ചന്തല്ല അത് ചന്തത്തുക്ക് മീരിട്ടുള്ള എണിക്കത്തെ ഒരു വിഷയമായിട്ടിക്കടെ. അപ്പോൾ അങ്ങനെ ഇന്നേണ്ടെങ്കിൽ ഒരു ചന്തത്തുക്ക് മീരിട്ടുള്ള ഇസ്രാഫ് പണ്ട് എണിക്കത്തെ ഒരു അവസ്ഥയിൽ ആ ഒരു ബല ഇന്നുണ്ടെങ്കിൽ ആ ബലയ്ക്ക് എന്തിനുണ്ടോ ആ ബംഗാർക്ക് എന്തിനുണ്ടോ സക്കാത്തുണ്ടോ ഉണ്ടായിട്ടിക്കടെ. ഇനി നിങ്ങൾ മാല എടുക്കുക ഒരു മാല ഇത്ര അന്താജി ഇത്ര ചന്താണ്ടുണ്ട് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒരു
പെണ്ണ് ഈ കാലത്തിനെ പിടിച്ചിട്ട് ആ വയറത്തോലെ ഇങ്ങനെ പല ടൈപ്പിടെ ഒരു ബംഗാറ് അങ്ങാടി പോലെ ആയിട്ട് ഇങ്ങനെ പോലെ കാണുമ്പോഴത്തേക്ക് അപ്പോൾ അങ്ങനെ ഒരു ബംഗാറ് കാണുമ്പോൾ അത് ഏതായിട്ടൊരു ഇസ്രാഫിൻ്റെ ലിസ്റ്റിലായിട്ട് ഇങ്ങനെ പെട്ടത്. അപ്പോൾ അങ്ങനെ ഇക്കുമ്പോഴത്തേക്കും ആ ബംഗാർക്ക് സക്കാത്ത് ഉണ്ടുകൊണ്ടായിട്ട് ഇങ്ങനെ. അതിൽ ഇന്നൊരു ഉദാഹരണം നമുക്ക് ചൊല്ലാം. ഈ ബംഗാര മോതിര ഇടുമ്പോൾ ഒരു പെണ്ണിൻ്റെ കയ്യിൽ സാധാരണ ഒരു ഇത്ര ഗ്രാമ മോതിരായിട്ടുണ്ട്. ഒരു പെണ്ണിൻ്റെ കയ്യിൽ ഒരു 30 പവൻ്റെ ഒരേ മോതിരായിട്ട് ഇക്കണ്, 30 പവനായിട്ട് ഇക്കണ്. ആ അത് സാധാരണ യൂസ് ആക്കലില്ല. അങ്ങനെ അതെന്തായിട്ടിക്കട്ടെ അതൊരു ഇസ്രാഫ് ആയിട്ടിക്കട്ടെ, അത് ഓവർ ആയിട്ടിക്കട്ടെ. അപ്പം അങ്ങനെ ഒരു മോതിര ഇന്ത്യന് കണ്ടെങ്കിൽ 30 പവൻ ഞാൻ ഫോർ എക്സാമ്പിൾ ചൊന്ന് ആ ഓവറായിട്ട് കാണ്ടെങ്കിത്തെ ആ ഒരു മോതിര അവരെ കയ്യിൽ ഉണ്ടുകൊണ്ട് കണ്ടെങ്കിൽ ആ ബംഗാറുകളെല്ലാം സക്കാത്ത് ഉണ്ടുകൊണ്ടായിട്ടിക്കട്ടെ. അപ്പം ഈ സക്കാത്ത് കൊടുക്കുമ്പോൾ മാത്രം ആ ഓവറായത് മാത്രമല്ല, ആ ഇസ്രാഫ് പണ്ട് ബംഗാറ് മാത്രമല്ല നോക്കട്ടെ. പിന്നെ അവലെ തടിയിലുള്ള ഓരോ പിടിച്ചിട്ട് ബാക്കി എല്ലാ ബംഗാറ് കണക്കാക്കിയിട്ടായിട്ടിക്കട് അവിടെ സക്കാത്ത് 2.5% സക്കാത്ത് കൊടുക്കണായ ആ ഒരു ആയത് ഇസ്രാഫ് വന്നത് മാത്രം നോക്കിയിട്ടല്ല എന്തിനാക്കണായ ആ ഒരു ബംഗാറ് അല്ലെങ്കിൽ ആ ഒരു സക്കാത്ത് കൊടുക്കണായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണായ ഒരു വിഷയം. അപ്പോൾ നിങ്ങൾ കേൾക്കുവാർ അപ്പോൾ എത്ര പവൻ നിങ്ങൾ കൊടുക്കുക, അവിടെ എത്ര പവനുണ്ട് അങ്ങ് ചൊല്ലുക സാധ്യമല്ല. എന്തെങ്കിലും ഒരു എക്സാം ഒന്നും ഞാൻ ചൊല്ല, ഒരു പെണ്ണിൻ്റെ കയ്യിൽ എന്തേ ഇല്ല, മാലെന്തോ ഇല്ല, ബല എന്തോ ഇല്ല, അവരെ കയ്യിലില്ല അന്നുപാട് നാ ചൊന്ന പോലത്തെ ഒരു മോതിരായിട്ടിക്കടെ. ആ മോതിരായെങ്കിൽ അത് ഭയങ്കര വലിയൊരു മോതിര, 30 പവൻ അല്ലെങ്കിൽ അതിനാണ് 6 പവനുള്ള എനിക്ക് ഒരു മോതിരായിട്ട് ഒരേ മോതിരമില്ല, ബാക്കി മാലയില്ല അവൾക്ക്, അതേ സമയത്തിൽ ബലയും ഇല്ല, പക്ഷെ ഉള്ളേ ആ ഒരു മോതിര മാത്രമായിട്ടിക്കടെ. ആ മോതിരായെന്ന് കണ്ടെങ്കിൽ അത് ഇസ്രാഫിൻ്റെ ലിസ്റ്റിൽ ഓവറായിട്ട് കാണിക്കത്തെ ഒരു മോതിരം കൂടിയായിട്ടിക്കടെ എന്നെനിക്കുണ്ടെങ്കിൽ അതൊക്കെ സക്കാത്ത് കൊണ്ടുണ്ടായിട്ടിക്കടെ. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് എത്ര ഇപ്പോൾ നോർമലി ഒരു പെണ്ണൊക്കെ എത്ര വേണോ അത്ര, ഒരു ചന്തത്തുക്ക് വേണ എത്ര മാല ഉണ്ടോ, ചന്തത്തുക്ക് വേണ എത്ര ബലമുണ്ടോ, ചന്തത്തുക്ക് വേണ എത്ര മോതിരമുണ്ടോ, കാലിലെ ചെയിൻ ഉണ്ടോ എന്നതിന് കണ്ടെങ്കിൽ അതിൽ സക്കാത്ത് കൊടുക്കേണ്ട അകത്തില്ല. കാരണം ഇസ്ലാം അനുവദിച്ചതായിട്ടിക്കടത് ആ ഒരു ചന്തത്തെ മീറിട്ട്. ഇപ്പോൾ ഒരു പെണ്ണിക്ക് ഇതിനൊരു ഉദാഹരണം എന്നൊക്കെ ചൊല്ലു, ഒരു പെണ്ണിക്ക് എന്താ ബല മാത്രമായിട്ട് ഇക്കിടുള്ളൂ. ആ ബല ആയെങ്കിൽ മുട്ടുതോലല്ല ഊർത്തോല് ഷോൾഡർ തോല് ബലേമായിട്ട് വേറെ മാലയില്ല എന്തും ഇല്ല. അവലെ ഉള്ളിൽ കുറേ ബല അവലെന്താക്കിയാൽ എടുത്ത് വെച്ചിരാൽ ഇടുകബേനായിട്ട് എടുത്ത് വെച്ചതായിട്ടിക്കട്. അപ്പോൾ എന്നതിന് കണ്ടെങ്കിൽ ആ ഒരു ബലക്ക് എന്തൊരു സക്കാത്ത് കൊടുക്കൊണ്ടായിട്ടിക്കട്. അപ്പോൾ നിങ്ങൾ ടോട്ടലി നിങ്ങമേ ഒന്ന് എന്താക്കിയെങ്കിൽ നോക്കിയുണ്ടെങ്കിൽ ശ്രദ്ധിച്ചെങ്കിൽ നിങ്ങളെ കയ്യിൽ മലാവട്ടെ മാലാവട്ടെ അല്ലെങ്കിൽ മോതിരാവട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇന്ത്യയിൽ കണ്ടെങ്കിൽ ഓവറായിട്ട് കാണിക്കത്തെ ഒരു അധികമായിട്ട് അല്ലെങ്കിൽ ഒരു ഇസ്രാഫായിട്ട് കാണിക്കത്തെ ആ ഒരു ബംഗാറ് നിങ്ങളുടെ ഇന്നേന് കണ്ടെങ്കിൽ അത് കൃത്യമായി ടോട്ടൽ കണക്കാക്കിയിട്ട് എത്ര ബംഗാറുണ്ടോ നിങ്ങൾക്ക് അതിൽ ടോട്ടൽ കണക്കാക്കിയിട്ട് അതിൽ 2.5% എന്താക്കുറോ നിങ്ങൾ കൃത്യമായിട്ട് സക്കാത്ത് കൊടുക്കുറോ. ബംഗാരയായിട്ട് സക്കാത്ത് കൊടുക്കണ എന്നാ ചൊന്നത് കൃത്യമായിട്ട് നിങ്ങൾ അർത്ഥാക്കണം. എന്തൊരു ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്താക്കുക ഈ വിഷയത്തിൽ കണ്ടിട്ട് കേൾക്കാണ്ടായിട്ടിക്കടെ. അപ്പം നിങ്ങൾക്ക് എത്ര പവനും ചൊന്നിട്ട് കൃത്യമായിട്ട് ഇത്ര പവണം നിങ്ങൾക്ക് എന്താക്കാവില്ല ഈ ഒരു വിഷയത്തിൽ ചൊല്ലുക ആവില്ലാണ്ടായിട്ട്. അതുകൊണ്ടായിട്ട് ആലിമിക ചൊന്ന് ഒരു പെണ്ണിടെ ചന്തത്തുക വേനായിട്ടുള്ളേ അവലെ ആ ഒരു ഇസ്ലാം അനുവദിച്ച ബംഗാറിന്നേന് കണ്ടെങ്കിൽ അതൊക്കെ സക്കാത്ത് കൊടുക്കണ അകത്തിയില്ല. കാരണം ഒരു പെണ്ണുക്ക് അത് ഇസ്ലാം അനുവദിച്ചതാക്കിയിട്ടിക്കടെ ഹലാലാക്കി എനിക്കത്തെ ഒരു വിഷയമായിട്ടിക്കടെ. ഇനി അതേ ടൈമിലും ലോക്കറിൽ അല്ലെങ്കിൽ എടുത്തു വെച്ച് എനിക്കത്തെ ബംഗാറ് അതിലെ സക്കാത്ത് എങ്ങനെയായിട്ടിക്കടെ കൊടുക്കണേ ഇത് ചുമ്മാൽ ഡൗട്ടായിട്ടിക്കടെ. ഒരു എടുത്തു വെച്ച് അല്ലെങ്കിൽ ഒരു എടുത്തു വെച്ചിട്ട് അല്ലെങ്കിൽ ലോക്കറിൽ വെച്ച് എനിക്കത്തെ ബംഗാറ് സക്കാത്ത് എങ്ങനെ ചൊന്നെങ്കിൽ അത് ഇടുകബേനായിട്ടായിട്ട് എടുത്തിടാവുള്ളൂ. എടുത്ത നെയ്യത്ത് എന്തായിട്ടിക്കടെ ഇടുകബേനായിട്ടും എപ്പോഴും ബംഗാറിട്ടിട്ടാണ് നടക്കില്ലല്ലേ. അപ്പം എന്താക്കിയാൽ ലോക്കറിൽ വെച്ചാൽ അല്ലെങ്കിൽ എടുത്തു വെച്ചാൽ എന്നേന് കണ്ടി അതൊക്കെ സക്കാത്ത് കൊടുക്കേണ്ട അകത്യമില്ല. എപ്പോൾ അത് ഇസ്രാഫ് ഓവറായിട്ട് ഇന്നേലും കൊടുക്കണം. അതേ സാധാരണ ആയിട്ട് ഇവിടെ ബംഗാറുള്ളത് എന്നേന് കണ്ടെങ്കിൽ അതൊക്കെ എന്താ സക്കാത്ത് കൊടുക്കേണ്ട അകത്യമില്ല. ഇനി അങ്ങനെയല്ല, ഇനി ഇൻവെസ്റ്റ് ആയിട്ട് അതായത് ഒരു സ്വത്താക്കി വെക്കുവാൻ ചൊല്ലി എനിക്കത്തെ നീയത്തിലായിട്ടിക്കടെ കുറേ ബംഗാർ എടുത്തു വെച്ചോ അത് ലോക്കറിലും അവിടെ ഇവിടെ വെച്ചത് അങ്ങനെ ആയിട്ടിക്കടെ ഇടകുമേനായിട്ട് എടുത്തിട്ടല്ല എന്നെന്തേ ബംഗാർക്ക് നാല് പോലെ പോലെ റേറ്റ് ചെയ്യാറായിട്ടുണ്ട്. ഒരു ഇൻവെസ്റ്റ് ആയിട്ടിക്കട്ടെ മക്കളെ മങ്ങില പറയുമ്പോൾ അല്ലെങ്കിൽ അകകെട്ടും വല്ല വിത്തിട്ട് എന്താക്കുക അത് അകകെട്ടും ഇങ്ങനത്തെ നീയത്തിലായിട്ടിക്കടെ ബംഗാറാക്കി വെച്ചത് ഇട നീയത്തിലല്ല. എന്തേന് കണ്ടെങ്കിൽ ആ ബംഗാറ് 85 ഗ്രാം ഒരു വർഷം ഇന്ത്യന് കണ്ടെങ്കിൽ അതിൽ 2% സക്കാത്ത് കൊടുക്കണോ. 85 ഗ്രാം അല്ലെങ്കിൽ അതിനാണ്ട് യാറെ ഇന്നേന് കണ്ടെങ്കിൽ അവിടെ കൃത്യമായിട്ട് സക്കാത്ത് കൊടുക്കണോണ്ടായിട്ടിക്കടെ ആലിമീങ്ങ ഇമാമീങ്ങ നിങ്ങൾക്ക് പഠിപ്പാടി തന്നെ എനിക്കത്തൊരു വിഷയമായിട്ടിക്കടെ. അപ്പോൾ ഈ ഒരു വിഷയമുള്ള പ്രധാനമായിട്ട് ഞങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണായി ഗണിക്കത്തെ ഒരു വിഷയമായിട്ടിക്കടെ. അതേപോലെ ഇനിയിപ്പോൾ കുറേ പൊട്ടി ഗണിക്കത്തെ ബംഗാറുണ്ട്. അതിങ്ങനെ പൊട്ടിയതല്ല ഇങ്ങനെ വെച്ച് പൊട്ടുക അത് യൂസ് ആക്കില്ല. അത് പൊട്ടിയതായിട്ട് പൊട്ടിയത് സാധാരണ യൂസ് ആക്കലില്ല. അങ്ങനെ പൊട്ടി ഗണിക്കത്തെ കുറേ ബംഗാർ ഇന്ത് എന്നേന് കണ്ടെങ്കിൽ അതൊരു 85 ഗ്രാം ഒരു വർഷം
ವರ್ಷ ಇಂತಿನ ಕಂಡೆಂಗಿಲ್ ಅದಕ್ಕೂ എന്താക്കണോ സക്കാത്ത് കൊടുക്കണുണ്ടായിട്ടിക്കടെ 2% സക്കാത്ത് കൊടുക്കണുണ്ടായിട്ടിക്കടെ. അപ്പോൾ ഈ എല്ലാ വിഷയ പ്രധാനമായിട്ടും ഞങ്ങൾ എല്ലാവരും ഈ ഒരു ബംഗാര വിഷയത്തിൽ ഞങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണുണ്ടായിട്ടിക്കടെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് എൻ്റെ ഈ നമ്പർ നിങ്ങൾക്ക് വാട്സപ്പ് ആക്കി ഇൻഷാ അല്ലാഹ് ಅದಕ್ಕುಲ್ಲೇ മറുപടി ജവാബ് തണ്ടേതായിട്ടിക്കടെ. അപ്പോൾ എല്ലാവരും ഈ വിഷയമെല്ലാം കൃത്യമായിട്ട് അർത്ഥാക്കി. ഇപ്പോൾ ഞാൻ ചൊന്ന വിഷയമെങ്കിലും അത് കൃത്യമായിട്ട് ഓരോരുത്തർ അർത്ഥാക്കിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഒരു ഡൗട്ടും പണ്ടില്ലാണ്ടായിരിക്കും. അതായത് ഒരു പെണ്ണിക്ക് ഇസ്ലാം ഹലാലാക്കി അനുവദിച്ച എനിക്കത്തെ ബംഗാർ ഇന്നേണ്ടി കണ്ടെങ്കിൽ ಅದಕ್ಕೆಂದ್ರೆ വേണ്ട സക്കാത്ത് വേണ്ടാണ്ടായിട്ടിക്കടെ. അതേ സമയത്ത് ഇസ്രാഫ് പണ്ട രൂപത്തിൽ ഓവറായിട്ട് ഒരു അഹങ്കാരത്തെ അവസ്ഥയ്ക്ക് എത്ര എനിക്കത്തെ ബംഗാറല്ല ഇന്നേണ്ടി കണ്ടെങ്കിൽ അവിടെ അതിരം കൂട്ടണോ അവളെ ഉള്ള ബംഗാറും കൂട്ടിയിട്ട് അത് കൃത്യമായിട്ട് ഒരു വർഷാകുമ്പോഴത്തേക്കും 2% സക്കാത്ത് കൊടുക്കണോ. അതൊക്കെ ആ ഒരു ബംഗാർക്ക് ബംഗാരയായിട്ടിക്കടെ സക്കാത്ത് കൊടുക്കണായ ഇതെല്ലാം വിഷയമെല്ലാം പ്രധാനമായിട്ട് ഞങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കൊണ്ടായിട്ടിക്കടെ. അതേപോലെ ഞങ്ങളതിൽ നെക്സ്റ്റ് ഉംറ ബാച്ച് എപ്പാണ്ട് കേട്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് മാർച്ച് 29 താരീഖായിട്ടിക്കടെ. നിങ്ങൾ ആരെങ്കിലും അങ്ങോട്ട് പണ്ടാണ്ട് കണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് എൻ്റെ ഈ ഒരു നമ്പർക്ക് നിങ്ങൾ കോൺടാക്റ്റ് ആവും. നിങ്ങളൊരു ഈ ഉംറ യാത്ര ചെന്നെങ്കിൽ മക്ക മദീനത്തുള്ള എല്ലാ പ്ലേസിലും വിളിച്ചുകൊണ്ട് പോയാൽ പിന്നെ എക്സ്ട്രാ പൈസ എടുക്കണം ഇങ്ങനത്തെ യാതൊരു വിഷയം ഞങ്ങളില്ല. എല്ലാ മദീനത്തിൽ എക്സ്ട്രാ 30 ജാഗയെല്ലാം വിളിച്ചു പോയിട്ട് എല്ലാ ജാഗത്തെ കൃത്യമായിട്ടുള്ള ചരിത്രം ചെന്നിട്ടുള്ള ഒരു യാത്രയായിട്ട് ഇവിടെ ഇൻഷാ അല്ലാഹ് ഉണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു നമ്പർ നിങ്ങൾ കോൺടാക്റ്റ് ആവും. അല്ലാഹു നിങ്ങൾക്ക് എല്ലാവർക്കും പരിശുദ്ധമായ ഹജ്ജും ഉംറയും മദീന സിയാറത്താക്കും അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരൊട്ടിಗೆ ദുആ വസിയത്താക്കിയിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.